അല്ലാഹുവിനോട് അടുക്കുന്ന സമയമാണോ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, എന്റെ മുമ്പിലല്ലാതെ ലോകത്തൊരാളുടെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. ആ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് ഒരാൾ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ദുആഇനെ വർദ്ധിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന് പഠിപ്പിക്കുമ്പോ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച് സങ്കടം പറയുന്നവര് ഇന്നുവരെ നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നാൽ സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥ എന്തെന്നറിയുവോ? കാക്ക കുത്തുന്നത് പോലെ കുത്തിയിട്ട് ഓടുകയാ. സമാധാനത്തോടുകൂടി പടച്ചവനെ ഒന്ന് സുജൂദ് ചെയ്യുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് സമാധാനത്തോടുകൂടി സുജൂദ് ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സുജൂദ് ചെയ്തിട്ട് കരയടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടേ. ജീവിതത്തിൽ കടം മാറാത്തവർ, രോഗം മാറാത്തവർ, പ്രയാസം മാറാത്തവർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടോ. പരിശുദ്ധമായ ഹറമിൽ ഞാൻ ഉംറയ്ക്ക് പോയി. കഅബാലയത്തിൽ ചെന്ന് ഉംറയുടെ തവാഫ് കഴിഞ്ഞു. മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിസ്കരിക്കുമ്പോ ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരയുകയാ. ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ അത്ഭുതമാവുകയാണ്. ആ വാപ്പ ഇങ്ങനെ ദുആ ചെയ്യുന്നത് എന്താണ്? ഞാനും ഇങ്ങനെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ കിടക്കുമ്പോ ആ വാപ്പ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്